ഹായ് ഹലോ. അങ്ങനെ തമ്പൂസ് എൻ്റെ അടുത്ത് 2 ദിവസം കൊണ്ട് പശ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇത് മറന്നും പോവും. അപ്പം ഇന്ന് എന്തായാലും ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ മേടിച്ചില്ലെന്നാട്ടോ പറഞ്ഞത്. അതിൻ്റെ ഒരു വിഷമം പറച്ചിലാട്ടോ നിങ്ങൾ ഈ കേൾക്കുന്നത്. മുടി ചപ്പിളിയായിരിക്കുന്നു. ഇനിയാണ് ജോലി. ഞാൻ സ്ഥിരം ഇപ്പം താക്കോൽ അവിടെ ഇവിടെയും കൊണ്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇത് മേടിച്ചിട്ടിപ്പോൾ 1 വർഷത്തോളമായി. നല്ല പൊടിയൊക്കെ ആയി കേട്ടോ. അപ്പം പിന്നെ മറക്കാതെ കൊണ്ട് താക്കോലൊക്കെ ഇട്ട് പിന്നെ നമുക്കിന്ന് കിട്ടിയത് ചാളയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് നല്ല കപ്പയും നല്ല മീൻകറിയും കഴിച്ചോളാൻ വയ്യായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിട്ട് ചാളയ്ക്ക് വേണ്ടി ഓടി കേട്ടോ. ഭാഗ്യത്തിന് അവിടെ ചാള ഉണ്ടായിരുന്നു. എല്ലാം പിന്നെ അന്ന് കപ്പയൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി കഴുകി നമുക്ക് അടുപ്പിലോട്ടാക്കാം. ആ സമയത്ത് തമ്പൂന് നാരങ്ങ വെള്ളം കുടിച്ചോളാൻ വയ്യ, ഭയങ്കര ദാഹം. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു ഉണക്ക നാരങ്ങ ഉണ്ടായിരുന്നു. അതെടുത്ത് പിഴിഞ്ഞപ്പോൾ കുരു മാത്രമേ ഉള്ളൂ. പിന്നെ കുരു എങ്കിൽ കുരു, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കലക്കി അവനെ കൊണ്ട് കൊടുത്ത്. അമ്മയില്ലാ സമയത്ത് നാരങ്ങ വെള്ളം പിഴിഞ്ഞു കൊടുത്ത് എന്നെ വേണം അടിക്കണ്ട. അവൻ്റെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേട്ടു. ഉപ്പില്ല, മധുരമില്ല, എന്തൊക്കെയോ പറയുന്നു. മതി കുടിച്ചു കഴിഞ്ഞിട്ട് മീൻകറിക്കുള്ള പരിപാടി നോക്കാം. നേരത്തെ തന്നെ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും ഉരുവപ്പൊടിയൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇടയ്ക്ക് ഇവന്മാർ 2 തൊട്ട് എന്നെ വിളിക്കുന്നുണ്ട്, എന്തിനാണെന്നറിയാൻ വയ്യ. പിന്നെ അടുത്ത ആൾ വന്നിട്ട് എനിക്ക് മാങ്ങ ചെത്തി താഴെന്നും പറഞ്ഞ ബഹളമായി. പിന്നെ അവന്മാർക്ക് മാങ്ങയൊക്കെ ചെത്തി കൊടുത്തിരിക്കുകയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യട്ടെ. ഇവന്മാർ ഈ ജോലിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വരും. എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. എല്ലാവരും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് കിടന്ന് ഓടുവാണ് കേട്ടോ. ഇവന്മാർ കുരുത്തക്കേട് ബഹളം അടി ഒന്ന് വേണ്ട എൻ്റെ പൊന്നോ. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുവൊന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി. സാധാരണ ഞാൻ തക്കാളി അടിച്ചെടുക്കും കേട്ടോ, മിക്സിയിൽ അടിച്ചെടുക്കാറുണ്ട്. പക്ഷേ അത് ഇച്ചിരി ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഞാനിട്ട് കൊടുക്കുന്ന കുടംപുളിയാണ് കേട്ടോ. സാധാരണ ഞാൻ പിടിപുളിയാണ് എനിക്കിഷ്ടം. ഞാൻ ഇങ്ങനെയല്ല മീൻകറി വെക്കുന്നത്, പക്ഷേ എളുപ്പത്തിന് ഇങ്ങനെയാട്ടോ വെക്കുന്നത്. കാരണം എനിക്ക് ഇതിനും ടേസ്റ്റായിട്ട് തോന്നി വേറൊരു രീതി കേട്ടോ. നമ്മൾ സാധാരണ ഇവിടെ എല്ലാവരും വെക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ നല്ല അടിപൊളി മോര് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല മീൻകറി, നല്ല പറ്റിച്ച് വെച്ച മീൻകറി, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മീൻകറി. ബാക്കിയൊന്നും വീടെടുക്കാൻ പറ്റാത്തത് സത്യം പറഞ്ഞാൽ അടുത്തൊരു ചേച്ചി വന്നിട്ടുണ്ട്. കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. നല്ല ചാള വറുത്തതും നല്ല ചീനയുണ്ട്. പിന്നെ നല്ല ഒഴിച്ചുകറിയും നല്ല പറ്റിച്ച മീൻകറി. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചത്. ബാക്കി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ടാറ്റാ.